നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CPM-ഉം ഇടതുമുന്നണിയും പ്രചരിപ്പിക്കുന്നത് വാസ്തവമല്ലെന്ന് BJP നേതൃത്വം. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU തൊടുപുഴ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. TR സോമൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടാനശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടുക്കിയിൽ എലിഫന്റ് പാർക്ക് സ്ഥാപിക്കണമെന്ന് അറക്കുളം പഞ്ചായത്ത് ടൂറിസം കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പിണ്ടിമന, കോട്ടപ്പടി, വേങ്ങൂർ പഞ്ചായത്തുകളിലൂടെ നിർമ്മിക്കുന്ന ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയിൽ അത്യാധുനിക രീതിയിൽ പണികഴിപ്പിച്ച സാൻജോ ഇൻഡോർ ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. CPM-ഉം ഇടതുമുന്നണിയും പ്രചരിപ്പിക്കുന്നത് വാസ്തവമല്ലെന്ന് BJP. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിജുവിനെ അപമാനിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു പാർട്ടി നേതൃത്വം. CPM നേതൃത്വം BJP കൗൺസിലർമാരെ അകാരണീയമായി വർഗീയവാദികളായി ചിത്രീകരിച്ചുവെന്നും അവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2-3 ദിവസമായി തൊടുപുഴയിൽ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് കളമൊരുങ്ങിയ സംഭവമായിരുന്നു കാഞ്ഞിരമറ്റത്ത് വെച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിജുവിനെ BJP തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് കാഞ്ഞിരമറ്റം റോഡിൽ തടഞ്ഞുവെച്ചത്. പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ മെയിന്റനൻസ് സംബന്ധിച്ച് തർക്കത്തെ തുടർന്നാണ് ശ്രീകാന്ത് കാഞ്ഞിരമറ്റവും സംഘവും ചെയർപേഴ്സനെ തടഞ്ഞുവെച്ചത്. ഈ സംഭവം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ വൻ വിവാദമായിരുന്നു. തുടർന്ന് CPM നേതൃത്വം കാഞ്ഞിരമറ്റത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഈ യോഗത്തിൽ BJP കൗൺസിലർമാരെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുവാൻ ശ്രമം നടന്നുവെന്ന് BJP നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ പറയുന്നത് പോലെയല്ല ലൈറ്റ് ഇടുന്നതിനുള്ള മുൻഗണന കൗൺസിൽ മീറ്റിൽ തീരുമാനിച്ചത്. ഉത്സവം നടക്കുന്ന 20 മുതൽ 24 വരെയുള്ള വാർഡുകളിൽ മെയിന്റനൻസ് നടത്തുന്നതിന് തീരുമാനമെടുത്തെങ്കിലും ചെയർപേഴ്സൺ ആ തീരുമാനത്തെ അട്ടിമറിച്ചുവെന്നും BJP നേതൃത്വം ആരോപിച്ചു. നഗരപ്രദേശങ്ങളിൽ ആവശ്യമായ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിൽ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി BJP കൗൺസിലർമാർ നിരന്തരമായി ആവശ്യം ഉന്നയിച്ചതനുസരിച്ച് വഴിവിളക്കുകൾ സ്ഥാപിക്കുവാനൊരു തീരുമാനം ആവുകയും അതൊരു കീഴ്വഴക്കം എന്ന നിലയ്ക്ക് ശിവരാത്രി നടക്കുന്ന പ്രദേശങ്ങളിൽ വഴിവിളക്കുകൾ മാറ്റി സ്ഥാപിക്കാൻ ശിവരാത്രിക്ക് മുൻപ് എന്ന ഒരു പരസ്പര ധാരണയിൽ കൗൺസിൽ എത്തിച്ചേരുകയും ചെയ്തു. ആ പ്രവർത്തനങ്ങൾ എന്നാൽ അട്ടിമറിക്കുകയാണ് മുനിസിപ്പൽ ചെയർപേഴ്സണും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷവും ചെയ്തത്. അതിനെ ഞങ്ങൾ പുറമേ ചോദ്യം ചെയ്തില്ല. കൗൺസിലർമാർ ഒന്നടങ്കം ഒരുമിച്ച് ചേർന്നിട്ട് ചെയർപേഴ്സന്റെ ചേംബറിൽ പോയി നമ്മൾ കൗൺസിലിൽ തീരുമാനിച്ചതനുസരിച്ച് ശിവരാത്രിക്ക് മുൻപായിട്ട് വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കാഞ്ഞിരമറ്റം ഭാഗത്ത് ഉത്സവ കമ്മിറ്റി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ വെളിച്ചം എത്തിച്ചു. ആ വെളിച്ചം എത്തിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം തങ്ങൾ കൂടി അതിനകത്ത് പങ്കാളിത്തമുണ്ട് എന്ന് ഭക്തന്മാരെ വരുത്തി തീർക്കുവാനോ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവരെ ബോധ്യപ്പെടുത്തുവാനോ എന്ന് അറിയില്ല. ചെയർപേഴ്സൺ ശിവരാത്രിയുടെ അന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് ശിവരാത്രിയുടെ തലേ ദിവസം വൈകുന്നേരത്തോട് കൂടിയിട്ട് പണി പൂർത്തിയാകാത്ത കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിന് മുൻപിലുള്ള ബലിക്കടവിന്റെ പാലം സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ BJPയുടെ പ്രവർത്തകരും മറ്റ് ഭക്തജനങ്ങളും ഒക്കെ തകൃതിയായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആവശ്യമായ വഴിവിളക്കുകൾ സ്ഥാപിക്കാത്തതിൽ ഭക്തന്മാർക്കും രോക്ഷമുണ്ട്. അവർ ആ കാര്യം ചെയർപേഴ്സന്റെ വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ അവർ നിഷേധാത്മകമായി സംസാരിച്ചു, ഒച്ച ഉയർത്തുകയുണ്ടായി. എന്നാൽ അവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ അവരെ വളരെ ശാന്തമായിരിക്കുകയും
അവരവിടെ നിന്ന് അധികം വൈകാതെ മടങ്ങിപ്പോയി ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് CPIM അതൊരു വീണ് കിട്ടിയ അവസരം എന്നതുപോലെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്ന ദുഃഖകരമായ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. അവർ പറഞ്ഞു BJPയുടെ ജനപ്രിയരായ കൗൺസിലർമാര് ജാതിപരമായ മതപരമായ വിദ്വേഷം മുൻനിർത്തി ചെയർപേഴ്സൺ ഇടപെടുന്നു എന്ന്. എന്നാൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട നമ്മുടെ മുതലയാവണം ഭാഗത്തുള്ള കൗൺസിലർ ഷീജ ഉൾപ്പെടെയുള്ള ആളുകൾ ആണ് ഈ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്നുള്ള ഏകകണ്ഠമായ ആവശ്യം ഉന്നയിച്ചത്. മതത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ പ്രദേശത്തിൻ്റെതോ ആയിട്ടുള്ള യാതൊരു വിഭാഗീയതയും അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യമെന്നിരിക്കെ കായലറ്റം ഭാഗത്തെ ആ സ്വസ്ഥമായ ജീവിതത്തിൽ വിഷം കലർത്തുവാൻ വേണ്ടി കുമ്മങ്കലിൽ നടക്കമുള്ള നിരോധിതമായ സംഘടനയിൽപ്പെട്ടവർ പോലെ വിളിച്ചു വരുത്തി കാഞ്ഞമറ്റത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയും വിദ്വേഷ പ്രസംഗം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അടക്കം വന്ന് നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ തരത്തിലേക്ക് ആ വിഷയത്തെ പർവ്വതീകരിച്ചുകൊണ്ട് BJPയുടെ ജനപ്രിയരായ കൗൺസിലർമാരെ ഏതെങ്കിലുമൊക്കെ മതത്തിൻ്റെയോ മറ്റു പരിവേഷങ്ങളൊക്കെ ചാർത്തി വ്യക്തിഗത നടത്തുവാനുള്ള ശ്രമം ഞങ്ങൾ രാഷ്ട്രീയപരമായി തന്നെ നേരിടും. അത് ജനങ്ങളെ തിരിച്ചറിയുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് PP സാനു, മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് കാഞ്ഞിരമറ്റം, വൈസ് പ്രസിഡന്റ് ജിതേഷ് C, പാർലമെന്ററി പാർട്ടി ലീഡർ TS രാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷയിൽ പതിക്കണമെന്ന STA തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU തൊടുപുഴ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ TR സോമൻ ഉദ്ഘാടനം ചെയ്തു. മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷയിൽ പതിക്കണമെന്ന STA തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ തൊടുപുഴ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. തൊടുപുഴ ടൗൺ ചുറ്റി നടത്തിയ പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ TR സോമൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് മീറ്റർ ഘടിപ്പിച്ചിരിക്കണം. മീറ്റർ ഘടിപ്പിക്കുന്നതിനായിട്ട് പക്ഷെ എല്ലാ സ്ഥലത്തിനും ഒരുപോലെ പ്രായോഗികമല്ലല്ലോ. അതല്ല പ്രശ്നം. നമ്മളെന്താ പറഞ്ഞത്? ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ ഭാരവാഹികൾ ഈ കാര്യം ചർച്ച ചെയ്തു. അവർ ഗവൺമെന്റിന്റെ ഗവൺമെന്റുകൊണ്ട് അവരോട് പറഞ്ഞെന്താ, ഇടുക്കി ജില്ലയ്ക്കും വയനാട് ജില്ലയ്ക്കും ഇത് പ്രായോഗികമല്ല, അല്ലെങ്കിൽ ഒരു ഭേദഗതി വരുത്തണം. പത്തനംതിട്ട ഈ മലയോര ജില്ലയിൽ ബസ് ചാർജ് നമ്മുടെ എല്ലാ ജില്ലയിലും ഒരുപോലെയാണോ? അല്ല. ഇടുക്കി ജില്ലയിലെ ബസ് സർവീസിന് പ്രൈവറ്റ് ബസ്സുകൾക്ക് ചാർജ് കൂടുതലുണ്ട്. എന്തുകൊണ്ടാണ്? മറ്റ് ജില്ലകളിൽ ഓടുന്ന പോലെ ഇവിടെ ഓടാൻ പറ്റത്തില്ല. അതിനൊന്ന് ഇന്ധന ചെലവ് കൂടും, മറ്റ് തേയ്മാന ചെലവുകളുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും മറ്റ് ജില്ലകളിലുള്ളതിനേക്കാൾ കിലോമീറ്റർ ചാർജ് കൂടുതൽ അത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അല്ലാണ്ട് അനധികൃതമായി മേടിക്കുന്നതല്ല. അത് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് ഇവിടെ സർവീസ് നടത്തണമെങ്കിൽ മറ്റ് പട്ടണ പ്രദേശത്ത് സർവീസ് നടത്തുന്നത് പോലെ ഉള്ള ചെലവിൽ അവർക്ക് നടത്താനാവില്ല. അതുകൊണ്ടാണ് കൂടിയ ചാർജ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയും വയനാടും ഇടുക്കി ഈ 3 ജില്ലകൾക്ക് മറ്റ് ജില്ലകളിൽ ഉപയോഗിക്കുന്ന പോലെ മീറ്ററുകൾ സ്ഥാപിച്ച് ചാർജ് ഈടാക്കാൻ തീരുമാനിച്ചാൽ ഈ പണി അവസാനിപ്പിച്ചാൽ മതി. കാരണം കിട്ടുന്ന കാശ് പെട്രോൾ അടിക്കാൻ പോലും തയ്യാറെ വരും. അപ്പം അതുകൊണ്ട് ഇതിനൊരു പ്രത്യേകമായ പരിഗണന വേണം. പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാരൊപ്പം തന്നെ എന്ത് ചെയ്തു? ഇത് നിങ്ങൾ നടപ്പാക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഓട്ടോറിക്ഷ സ്റ്റിക്കർ പതിക്കും. മീറ്ററില്ലാത്ത ഓട്ടോറിക്ഷയിൽ എന്ത് ചെയ്യും? സ്റ്റിക്കർ ഒട്ടിക്കും. പിന്നെ നിങ്ങളാരും പൈസ കൊടുക്കണ്ട. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം കബീർ KK മുഖ്യപ്രഭാഷണം നടത്തി. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ നേതാക്കളായ EV സന്തോഷ്, NV ബിജു, VK മധു, ധർമ്മദാസ് PP, PG ജയറാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാട്ടാന ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടുക്കിയിൽ എലിഫന്റ് പാർക്ക് സ്ഥാപിക്കണമെന്ന് അറക്കുളം പഞ്ചായത്ത് ടൂറിസം കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
ഇടുക്കി വനമേഖലയിൽ അറക്കുളം വാഴത്തോപ്പ് പഞ്ചായത്തുകളുടെ അതിർത്തിയായ മീൻമുട്ടിയിൽ എലിഫന്റ് പാർക്കിനുള്ള വലിയ സൗകര്യങ്ങളുണ്ട്. ഇത്തരം ഒരു പാർക്ക് ഒരുക്കിയാൽ അത് ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. രൂക്ഷമായ കാട്ടാനശല്യം പരിഹരിക്കുന്നതിന് ഇടുക്കിയിലും വയനാട്ടിലും എലഫന്റ് പാർക്ക് നിർമ്മിക്കണമെന്ന് അറക്കുളം പഞ്ചായത്ത് ടൂറിസം കൌൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഭക്ഷണത്തിനും വെള്ളത്തിനുമായി കാടിറങ്ങുന്ന ആനകളെ അവയ്ക്ക് പരിചിതമായ വനസാഹചര്യത്തിൽ നിലനിർത്തുവാനുള്ള സാഹചര്യം ഒരുക്കിയാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ സാധിക്കും. ഇടുക്കി വനമേഖലയിൽ അറക്കുളം വാഴത്തോപ്പ് പഞ്ചായത്തുകളുടെ അതിർത്തിയായ മീൻമുട്ടിയിൽ എലഫന്റ് പാർക്കിനുള്ള വലിയ സൗകര്യങ്ങളുണ്ട്. ഇത്തരം ഒരു പാർക്ക് ഒരുക്കിയാൽ അത് ടൂറിസം മേഖലയ്ക്കും ഉണർവ് നൽകും. വന്യമൃഗ ഭീഷണിയിൽ തകർന്നിരിക്കുന്ന ഇടുക്കിയുടെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുവാനും ഇത്തരം പാർക്ക് കൊണ്ട് കഴിയും. ഇടുക്കി, വയനാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആനശല്യമുള്ളത്. ആന മാത്രമല്ല മറ്റു മൃഗങ്ങൾ. അപ്പം ഈ പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സ്ഥലം പോലും അതിന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇടുക്കി വനമേഖല നമ്മുടെ അറക്കുളം പഞ്ചായത്തിൻ്റെയും വാഴത്തോപ്പ് പഞ്ചായത്തിൻ്റെയും അതിർത്തിയിലുള്ള മീൻമുട്ടി വനമേഖലയിൽ അവിടെ ഒരു തടാകം തന്നെയുണ്ട്. ഇഷ്ടംപോലെ ജലമുണ്ട്. അതൊരു ആനത്താവളം കൂടിയാണ്. ആ ഭാഗം ക്രമീകരിച്ച് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആനകളെ, ഈ നാട്ടിലിറങ്ങി ശല്യം ചെയ്യുന്ന ആനകളെ പിടികൂടി ഈ മേഖലയിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ, അതൊരു പാർക്ക് ആക്കിയാൽ ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയിൽ അതൊരു വലിയ മാറ്റത്തിനും കൂടി വഴിതെളിക്കും. ഇപ്പം ഈ പാർക്ക് കാണാനായി ഇപ്പോൾ പടയപ്പയെ കാണണമെങ്കിൽ, അരിക്കൊമ്പനെ കാണണമെങ്കിൽ, ചക്കക്കൊമ്പനെ കാണണമെങ്കിൽ നമുക്ക് റോഡിലേക്ക് ഇറങ്ങിയ കാണാം. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൂടി ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ആനകളെ കാണാൻ? അപ്പോൾ ഒരു സഫാരി പാർക്ക് ലോകത്തിലെല്ലായിടത്തും ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു പാർക്ക് സ്ഥാപിക്കുക. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ സണ്ണി കൂട്ടുങ്കൽ, ജോയിന്റ് കോർഡിനേറ്റർമാരായ ജോസ് എടക്കര, KR സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പിണ്ടിമന, കോട്ടപ്പടി, വേങ്ങൂർ പഞ്ചായത്തുകളിലൂടെ നിർമ്മിക്കുന്ന ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. വടക്ക് ഭാഗം സെന്റ് ജോർജ് ഹൊറോബ് യാക്കോബൈ സുറിയാനിപ്പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. പിണ്ടിമന, കോട്ടപ്പടി, വേങ്ങൂർ പഞ്ചായത്തുകളിലൂടെയാണ് 30 കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ ഐനിച്ചാൽ നിന്നും ആരംഭിച്ച് വേട്ടാമ്പാറ കടുക്ക സിറ്റി, പിച്ചപ്ര, കുളങ്ങാട്ടുകുഴി, കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി, കോട്ടപ്പാറ, കൂവക്കണ്ടം, തോണിച്ചാൽ, കണ്ണക്കട, കൊളക്കാടൻ തണ്ട്, കുത്തുകുഴി വഴി വേങ്ങൂർ പഞ്ചായത്തിലെ മേക്കപ്പാല, കണിച്ചാട്ടുപാറ, വാവൽപാറ, പണിയേലി വഴി പോരിൽ അവസാനിക്കുന്ന നിലയിലും വേട്ടാമ്പാറ അയനിച്ചാൽ മുതൽ ഓൾഡ് ഭൂതത്താൻകെട്ട് വരെ പുഴ തീരത്തുകൂടിയും പൂർണ്ണമായി കവർ ചെയ്യുന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. വടക്കും ഭാഗം സെന്റ് ജോർജ് ഹൊറേബ് യാക്കോബായ സുറിയാനി പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ 3.73 കോടി രൂപ ചിലവഴിച്ച് 30 കിലോമീറ്റർ ദൂരം നിർമ്മിക്കുന്ന ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. 5 കിലോമീറ്റർ സ്റ്റോറേജ് ഏരിയയും 24 ലക്ഷം രൂപ വെച്ച് 2.9 വേദിയും നിർമ്മാണം ഇതിനകം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 7 കോടിയോളം രൂപ ചിലവ് വരുന്ന പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ താരതമ്യേന ശല്യം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ അനുയോജ്യമായ ഒരു പ്രതിവാര പ്രവർത്തനം എന്നുള്ള നിലയിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ്, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, തൃശൂർ ഡിവിഷൻ DFO രവികുമാർ, മീന IFS, ചാലക്കുടി ഡിവിഷൻ DFO വേം വെങ്കിടേശൻ IFS, മലയാറ്റൂർ ഡിവിഷൻ ADCFR സന്തോഷ് കുമാർ IFS, വാഴച്ചാൽ ഡിവിഷൻ DFO R ലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആശ അജിൻ, ലിസി ജോസഫ്, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ, അഡ്വക്കേറ്റ് BGP ഐസക്, സണ്ണി വർഗീസ്, സാറാമ ജോൺ, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിബി പോൾ, SM അലിയാർ, വേങ്ങൂർ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീജ ഷിജോ, ബേസിൽ കല്ലറയ്ക്കൽ, CPIM ഏരിയ സെക്രട്ടറി ജോയി KA എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCF സെൻട്രൽ സർക്കിൾ ഡോക്ടർ R ആടലരശൻ IFS സ്വാഗതവും മലയാറ്റൂർ വനം ഡിവിഷൻ DFO കുറ ശ്രീനിവാസ് IFS കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയിൽ അത്യാധുനിക രീതിയിൽ പണികഴിപ്പിച്ച സാൻജോ ഇൻഡോർ ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. റവറന്റ് ഡോക്ടർ എബ്രാഹാം വെട്ടിയാങ്കൽ
CMI, കോളേജ് ഡയറക്ടർ ഫാദർ തോമസ് പുതുശ്ശേരി CMI ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന യോഗത്തിന് ശേഷം KE കോളേജും മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയും തമ്മിൽ സൗഹൃദ മത്സരവും ഉണ്ടായിരുന്നു. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയിൽ അത്യാധുനിക രീതിയിൽ പണി കഴിപ്പിച്ച സാൻജോ ഇൻഡോർ ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ കായിക മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ട ഒരു രാജ്യമാണ് നമ്മുടേത്. ദൗർഭാഗ്യവശാൽ നമുക്കതിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ, ഞാനിപ്പോൾ പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത് വട്ടം വിജയിച്ചതിന് ശേഷം പാർലമെന്റിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ CMI കോട്ടയം പ്രവിശ്യയുടെ പ്രൊവിൻഷ്യാലും സെന്റ് ജോസഫ് കോളേജുകളുടെ മാനേജറുമായ റവറൻ ഡോക്ടർ അബ്രഹാം വെട്ടിയാങ്കൽ CMI, കോളേജ് ഡയറക്ടർ റവറൻ ഫാദർ തോമസ് പുതുശ്ശേരി CMI, കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ബാസ്റ്റ്യൻ മംഗലത്തിൽ CMI, ഫിനാൻഷ്യൽ കൗൺസിലറായ റവറൻ ഫാദർ ജോബി മഞ്ഞക്കാലായിൽ, ഓഡിറ്റർ റവറൻ ഫാദർ അലക്സ് ലൂയിസ് തണ്ണിപ്പാറ CMI, ബർസാർ റവറൻ ഫാദർ ബോബിൻ കുമരേറ്റ് CMI, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം കേരളത്തിലെ പ്രശസ്തമായ KE കോളേജും മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയും തമ്മിൽ സൗഹൃദ മത്സരവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. വണ്ണപ്പുറം 40 ഏക്കർ നിരപ്പുപാറയ്ക്ക് സമീപം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അതിഥി തൊഴിലാളിക്ക് ദാരുണ അന്ത്യം. പശ്ചിമ ബംഗാൾ സ്വദേശി ബാപ്പിയാണ് മരിച്ചത്. വണ്ടിയിലുണ്ടായിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി അനിത്തിന്റെ കാലൊടിഞ്ഞു. വെള്ളിയാഴ്ച രാത്രി 8:30-ഓടെയാണ് അപകടം നടന്നത്. വണ്ണപ്പുറം 40 ഏക്കർ നിരപ്പുപാറയ്ക്ക് സമീപം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പശ്ചിമ ബംഗാൾ സ്വദേശി 25 വയസ്സുള്ള ബാപ്പിയാണ് മരിച്ചത്. വണ്ടിയിലുണ്ടായിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി അനിത്തിന്റെ കാലൊടിഞ്ഞു. വെള്ളിയാഴ്ച രാത്രി 8:30-ഓടെയാണ് അപകടം. കഞ്ഞിക്കുഴി ഭാഗത്ത് നിന്ന് പന്തൽ പണിക്കുള്ള 20 അടിയുള്ള ഇരുമ്പ് പൈപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായാണ് പിക്കപ്പ് വന്നത്. 4 പശ്ചിമ ബംഗാൾ സ്വദേശികളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. കുത്തിറക്കത്തിൽ ബ്രേക്ക് പോയതാണെന്നാണ് പ്രാഥമിക നിഗമനം. നിയന്ത്രണം വിട്ട് ഒരു പോസ്റ്റിലിടിച്ച് പിക്കപ്പ് സമീപത്തെ വീടിന്റെ മതിൽ തകർത്ത് മുറ്റത്തുകൂടി പാഞ്ഞ് 6 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു. പാസഞ്ചർ സീറ്റിലിരുന്ന ബാപ്പി പുറത്തേക്ക് തെറിച്ചുപോയി. ബാപ്പിയുടെ തല സമീപത്തുണ്ടായിരുന്ന റംബൂട്ടാൻ മരത്തിന്റെ ശിഖരത്തിനിടെ കുടുങ്ങി. ഓടിക്കൂടിയ നാട്ടുകാർ ശ്രദ്ധാപൂർവം മരം വെട്ടിമാറ്റിയാണ് യുവാവിനെ പുറത്തെടുത്തത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വണ്ടിയിലുണ്ടായിരുന്ന രാകേഷ്, സോന എന്നിവർക്ക് കാര്യമായി പരിക്കില്ല. ബാപ്പിയുടെ മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ, പരിക്കേറ്റയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിവാട് ടൗണിലെ വെള്ളക്കെട്ടിന് ആന്റണി ജോൺ MLA-യുടെ ഇടപെടൽ മൂലം പരിഹാരമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആന്റണി ജോൺ MLA-യും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ഭാരവാഹികളുടെയും പൊതുപ്രവർത്തകരുടെയും യോഗം അടിവാട് വ്യാപാര ഭവനിൽ നടന്നു. നിലവിലുള്ള സ്ലാബുകൾ പൊക്കി ഓടയ്ക്ക് വീതി കൂട്ടി വെള്ളം താഴേക്കൊഴുകുന്ന രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടൗണിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് യോഗം വിലയിരുത്തി. കോഴിപ്പള്ളി അടിവാട് റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായാണ് അടിവാട് ടൗണിന്റെ വെള്ളക്കെട്ട് പരിഹരിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഓട നിർമ്മാണം നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ആന്റണി ജോൺ MLA-യും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ഭാരവാഹികളുടെയും പൊതുപ്രവർത്തകരുടെയും യോഗം അടിവാട് വ്യാപാര ഭവനിൽ നടന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഒടുവിലാണ് ഇത്രയും ഒരു ഫണ്ട് നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി അനുമതി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വളരെ ഭംഗിയായി ഒരുപാട് വർഷങ്ങളായി ഒരുപാട് നേരിടുന്ന വെള്ളക്കെട്ടെന്നുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ വർക്ക് നന്നായി അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും യോഗത്തിൽ നിലവിലുള്ള സ്ലാബുകൾ പൊക്കി ഓടയ്ക്ക് വീതി കൂട്ടി വെള്ളം താഴേക്കൊഴുകുന്ന രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടൗണിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് യോഗം വിലയിരുത്തി. പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, പഞ്ചായത്ത് അംഗങ്ങളായ AA രമണൻ, ഷിബി ബോബൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MM ബക്കർ, KB മുഹമ്മദ്, KM മുഹമ്മദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ, സെക്രട്ടറി MA ഷെറു, ട്രഷറർ ജോസ് കണ്ടോത്ത്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷംജൽ PM, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോൺഗ്രസ് പെൻഡിമന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്കെതിരെയുള്ള സംസ്ഥാന സർക്കാർ ഉത്തരവ് കത്തിച്ച് കോതമംഗലത്ത് പ്രതിഷേധിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനിക്കൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു.
കാലഘട്ടത്തിനനുസൃതമായി ആനുകൂല്യങ്ങൾ പരിഷ്കരിച്ച് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തെ ഭീഷണിപ്പെടുത്തി തകർക്കുവാനുള്ള നീക്കം അപഹാസ്യമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ പറഞ്ഞു. കോൺഗ്രസ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആശാ വർക്കർമാർക്കെതിരെയുള്ള സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ടുള്ള സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജോളി ജോർജ്, സണ്ണി വെളുക്കര, നോബിൾ ജോസഫ്, ബിനോയ് പുളിനാട്ട്, ബേസിൽ തണ്ണിക്കോട്ട്, ഷൌക്കത്തലി ടി എ, ജെയ്സൺ ഡാനിയൽ, ലത ഷാജി, അഹമ്മദ് കുട്ടി, ബഷീർ നടുവഞ്ചേരി, SM നാസർ, മാർക്കോസ്, സോവി കൃഷ്ണൻ, ജോളീസ് കറിയ, മഹിപാൽ, എൽദോസ്, കുമാരി സുകുമാരൻ, തോമസ്, എൽദോസ് എബി, വിൽസൺ, ആശാ വർക്കർ പത്മ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബഡ്ജറ്റിനെതിരെ കേരള കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. മണ്ഡലം പ്രസിഡന്റ് അഗസ്റ്റിൻ കള്ളിക്കാട്ട്, KA പരീദ്, CH ഇബ്രാഹിംകുട്ടി, CV സുനിത, ഗ്ലോറി പൗലോസ്, TH ഈസ, മേഴ്സി ദേവസ്യ, ഷേർലി അഗസ്റ്റിൻ, മാത്യു പാലംപറമ്പിൽ, സിബി ജോസ്, ജെയിൻ ബ്ലാക്കുഴി, രഞ്ജിത്ത് മനപ്പുറത്ത്, ജോബി തീക്കുഴിവേലിൽ, സന്തു കാടങ്കാവിൽ, അഡ്വക്കേറ്റ് ജെറിൻ കാരിശ്ശേരി, വിഷ്ണു സജി, ബിബിൻ പാമ്പക്കൽ എന്നിവർ പങ്കെടുത്തു. ശമ്പള പരിഷ്കരണ നടപടികൾ അടിയന്തരമായി ആരംഭിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം SP സുമോദ് ആവശ്യപ്പെട്ടു. VR ബീനാമോൾ നഗർ എന്ന് നാമകരണം ചെയ്ത കട്ടപ്പന റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജോയിന്റ് കൗൺസിൽ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി മനോജ് ജോസഫും വൈസ് പ്രസിഡന്റുമാരായി KK സുനിലും അനന്തകൃഷ്ണനും സെക്രട്ടറിയായി പ്രദീപ് രാജനും തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കേണ്ട സമയപരിധി പിന്നിട്ടിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരിന്റെ മെല്ലെപ്പോക്ക് സമീപനം അവസാനിപ്പിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം SP സുമോദ് ആവശ്യപ്പെട്ടു. സേവന മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന മെല്ലെപ്പോക്ക് സമീപനം അടിയന്തരമായി തിരുത്തുവാൻ തയ്യാറാകണമെന്നും സുമോദ് ആവശ്യപ്പെട്ടു. ഈ ഗവൺമെന്റ് ഞങ്ങളുടേതും കൂടിയാണ്. ചില ആളുകൾ വിചാരിക്കുന്നത് പോലെ ഇത് ഞങ്ങളുടെ മാത്രം ഗവൺമെന്റ് ആണെന്ന് ചില ആളുകൾ വിചാരിച്ചു പോയാൽ ഇതല്ലേയല്ല, ഇത് ഞങ്ങളുടേതും കൂടിയാണെന്നും ഈ ഗവൺമെന്റ് പിന്നീട് അങ്ങോട്ട് 26 മുതൽ 31 വരെ നമ്മളെ ഭരിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഭരിക്കണമെങ്കിൽ ചില തിരുത്തലുകൾ മാറ്റിയേ പറ്റൂ. കേരളത്തിൽ 5.4 ലക്ഷം വരുന്ന ജീവനക്കാരെയും 5,28,000 വരുന്ന ജീവനക്കാരെയും അതിലേറെ വരുന്ന മനുഷ്യക്കാരെയും അവരുടെ കുടുംബങ്ങളിലേക്കുള്ള വിശ്വാസം ഈ ഗവൺമെന്റിനോട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട വിശ്വാസത്തെ തിരിച്ചെടുക്കുവാനുള്ള ബാധ്യത ഈ ഗവൺമെന്റ് ഉണ്ടാവണം. രാജാവ് നഗ്നനാണെങ്കിൽ അത് പറയുവാൻ ആരെങ്കിലും വേണം. രാജാവ് നഗ്നനായി തുണിയില്ലാതെ തെരുവിൽ കൂടെ ഇറങ്ങുമ്പോൾ രാജാവിന്റെ വസ്ത്രം എത്ര നല്ലതാണെന്ന് പറയുന്ന അടിയാളന്മാരെക്കാൾ അങ്ങ് തുണിയില്ലാതെയാണ് പോകുന്നത്. തുണിയെടുത്തു പോയില്ലെങ്കിൽ അങ്ങ് ഈ പ്രജകൾക്ക് മുമ്പിൽ അപമാനിക്കപ്പെടുമെന്ന് പറയാൻ ശേഷിയുള്ള ഒരു തലമുറയായി കേരളത്തിന്റെ സിവിൽ സർവീസിൽ ജോയിന്റ് കൗൺസിൽ വളർന്നു വന്നിട്ടുണ്ട്. അത് നാളെയും അങ്ങനെ തുടരും. ഇന്നലെ 69 മുതൽ 55 വർഷത്തെ പാരമ്പര്യം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കാണിച്ചത്. VR ബീനാമോൾ നഗർ എന്ന് നാമകരണം ചെയ്ത കട്ടപ്പന റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജോയിന്റ് കൗൺസിൽ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു SP സുമോദ്. മേഖലാ പ്രസിഡന്റ് PC ജയൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി R ബിജുമോൻ സംഘടനാ റിപ്പോർട്ടും, മേഖലാ സെക്രട്ടറി മനോജ് ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ അഞ്ജന CP വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ, വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി CG അനീഷ, ജില്ലാ വൈസ് പ്രസിഡന്റ് VM ഷൌക്കത്തലി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്വാഗതവും സജി ജോസഫ് കൃതജ്ഞതയും അർപ്പിച്ചു. പുതിയ ഭാരവാഹികളായി മനോജ് ജോസഫ് പ്രസിഡന്റ്, സുനിൽ KK അനന്തകൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാർ, പ്രദീപ് രാജൻ സെക്രട്ടറി, സജി ജോസഫ്, രതീഷ് കുമാർ KR ജോയിന്റ് സെക്രട്ടറിമാർ, അഞ്ജന CP ട്രഷറർ, പ്രവീണ സോമൻ വനിതാ കമ്മിറ്റി പ്രസിഡന്റ്, ജോസ്മി T ജോസ് വനിതാ കമ്മിറ്റി സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ചുങ്കം സെന്റ് ജോസഫ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കരാട്ടെ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് ടെസ്റ്റ് നടത്തി. കരിമണ്ണൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ VC വിഷ്ണുകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ഡോക്ടർ ജോൺ ചേന്നാക്കുഴി അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ചുങ്കം സെന്റ് ജോസഫ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കരാട്ടെ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് ടെസ്റ്റ് നടത്തി. കരാട്ടെ മാസ്റ്റർ ബേബി എബ്രഹാമിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾ ടെസ്റ്റിൽ പങ്കെടുത്തു. കരിമണ്ണൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ VC വിഷ്ണുകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
നമ്മൾ ചെസ്സ് കളിക്കുന്ന പോലെ ക്യാരംസ് കളിക്കുന്ന പോലെ അല്ല, അതിന് ഒരു ദൃഢനിശ്ചയം വേണം, ഒരു മനസ്സാന്നിധ്യം വേണം, നമുക്കൊരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇത്രയും കഴിവും വേണം. അത് കഴിവ് പിന്നീട് ആർജിച്ചെടുക്കുകയും ചെയ്യും. അപ്പം ആ ഒരു മനസ്സ് കാണിച്ച ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികൾക്കും ഞാൻ എൻ്റെ പേരിലും കേരള പോലീസിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പം ഞാനൊരു വിദ്യാർത്ഥിയാണ്, എൻ്റെ മാസ്റ്ററിനാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് അതുപോലും പറ്റുന്നില്ല ഇവിടെ. നമുക്ക് നന്ദി, നമസ്കാരം. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോൺ ചെന്നാക്കുഴി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് പ്രിൻസ് ചാക്കോ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും അധ്യാപകൻ ടോണി ജോൺ നന്ദി പറയുകയും ചെയ്തു. സ്വയം പ്രതിരോധ പാഠങ്ങളും കായികശേഷിയും ആത്മവിശ്വാസവും കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വർഷമായി സ്കൂളിൽ കരാട്ടെ പരിശീലനം നടത്തിവരുന്നു. 50 കുട്ടികളാണ് ലേണിംഗ് ടെസ്റ്റിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചുങ്കം. ചരമവാർത്ത. പള്ളിക്കാമറി വാട്ടപ്പള്ളിൽ പൂവത്തുങ്കൽ കുര്യാക്കോസ് ചാക്ക നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം 2 ഞായർ ഉച്ചകഴിഞ്ഞ് 3 പള്ളിക്കാമറി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ. ഭാര്യ മേരി പടിഞ്ഞാറെ കൊടിക്കുളം കളപ്പുരക്കുന്നേൽ കാട്ടാങ്കൂട്ടിൽ കുടുംബാംഗം. മക്കൾ ജോമോൾ, ഷാർജ, ടോം ജോസ്, ജെയ്സ് വാട്ടപ്പള്ളിൽ, ദീപിക ഇടുക്കി ജില്ലാ ബ്യൂറോ ചീഫ് സെക്രട്ടറി, ഇടുക്കി പ്രസ് ക്ലബ്, ജോജി ഷാർജ, ജോണി USA. മരുമക്കൾ സിബി മങ്ങാട്ട്, ചെറുവാണ്ടൂർ ഏറ്റുമാനൂർ, ഷാർജ, ബിന്ദു ഉപ്പൻമക്കൾ പണിക്കൻകുടി അധ്യാപിക, SM HSS കാളിയാർ, ദിവ്യ പുൽപ്പറമ്പിൽ ആയവന, ഷാർജ, സ്മിത അറക്കൽ പുത്തൻതറ വല്ലകം വൈക്കം USA. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-ഉം ഇടതുമുന്നണിയും പ്രചരിപ്പിക്കുന്നത് വാസ്തവമല്ലെന്ന് BJP നേതൃത്വം. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU തൊടുപുഴ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. TR സോമൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടാനശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടുക്കിയിൽ എലിഫന്റ് പാർക്ക് സ്ഥാപിക്കണമെന്ന് അറക്കുളം പഞ്ചായത്ത് ടൂറിസം കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പിണ്ടിമന, കോട്ടപ്പടി, വേങ്ങൂർ പഞ്ചായത്തുകളിലൂടെ നിർമ്മിക്കുന്ന ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയിൽ അത്യാധുനിക രീതിയിൽ പണികഴിപ്പിച്ച സാൻജോ ഇൻഡോർ ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.